മച്ചമ്പീസ്, കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിലച്ചൻ തൻ്റെ വിശ്വാസികൾക്ക് പകർന്നു കൊടുത്ത ഒരു ഉപദേശം ശ്രദ്ധിച്ചായിരുന്നോ? ഇത് പഠിച്ചു വളർന്ന് വലിയൊരാളാകണമെന്നോ അല്ലെങ്കിൽ സമൂഹത്തിന് നന്മ ചെയ്യണമെന്നോ അദ്ദേഹം പറഞ്ഞത് 18 വയസ്സ് തൊട്ട് യുവതി യുവാക്കൾ പ്രേമം തുടങ്ങണം, ഒരു 25 വയസ്സാകുമ്പോഴത്തേക്ക് വിവാഹം കഴിക്കണം, ഒരു 4-5 കുട്ടികളെങ്കിലും സൃഷ്ടിക്കണം. കാരണം നമ്മുടെ സമുദായത്തിൽ ആൾ കുറഞ്ഞു വരികയാണ്. അപ്പം അതിൻ്റെ ഒരു വ്യംഗ്യാർത്ഥം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തെപ്പോലുള്ളവർക്കും പണി നഷ്ടപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. പണി പോകും, അതിനുള്ള പേടിയാണ്. അത് പേടിക്കാനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട്. പക്ഷെങ്കിൽ യുവതി യുവാക്കൾ ശ്രദ്ധിക്കുക, നമ്മളൊക്കെ വിവാഹം കഴിച്ചവരാണ്. ഈ ചെറുപ്പം മുതലേ പ്രേമം തുടങ്ങി 25-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച് 7 കുട്ടികളെയൊക്കെ സൃഷ്ടിച്ചാൽ പിന്നെ എന്തിനാണ് നമ്മളിവിടെ ജീവിക്കുന്നത്? ജീവിതം എന്ന് പറയുന്ന സാധനം ആസ്വദിക്കാനേ കഴിയുകയില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ അച്ഛന്മാരൊക്കെ അങ്ങനെ, കല്യാണം കഴിക്കാത്ത അച്ഛന്മാരൊക്കെ അങ്ങനെ പലതും പറയും. അപ്പോൾ അതൊന്നും കേട്ട് യുവതി യുവാക്കളൊന്നും ഇറങ്ങി പുറപ്പെട്ടേക്കരുത്. നന്നായിട്ടൊരു ജോലി വാങ്ങുക, നല്ല നിലയിലെത്തുക, അതിനുശേഷം വിവാഹം വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. പിന്നെ അച്ഛന്മാരൊന്നും വിഷമിക്കേണ്ട. ഇപ്പോൾ ഈ ChatGPTയുടെയും അതുപോലെ AIയുടെയൊക്കെ കാലമാണ്. ഈ കമ്പ്യൂട്ടർ ജാതകമൊക്കെ വന്ന പോലെ ഈ വിശ്വാസികൾ അതിനെയൊക്കെ വെച്ച് വേണമെങ്കിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ക്വാളിറ്റിയാണ് ക്വാണ്ടിറ്റിയെക്കാട്ടി ഏറ്റവും നല്ലതെന്ന് എല്ലാവരും ഓർക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണും വരെ വണക്കം.